നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഈ വർഷത്തെ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ മുഖേന വരുന്ന 42,000 ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര അനിശ്ചിതത്വത്തിൽ. 20% പേരുടെ യാത്ര മാത്രമേ ഇപ്പോൾ ഉറപ്പിക്കാനാകൂ എന്ന് ന്യൂനപക്ഷ മന്ത്രാലയം. യാത്രയിൽ തടസ്സം നേരിടുന്നത് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ സമയത്ത് തുകയടയ്ക്കാത്തതെന്ന് പ്രാഥമിക നിഗമനം. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP. സ്വർണ്ണക്കടത്തിൽ ADGP P വിജയന് ബന്ധമുണ്ടെന്ന് വ്യാജമൊഴി നൽകിയത് ക്രിമിനൽ കുറ്റമെന്ന് കണ്ടെത്തൽ. അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോറ്റുമകനെന്നും നടപടിയെടുക്കുമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലെന്നും PV അൻവർ. വഖഫ് മാഫിയ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമിക്കൊള്ളയെന്നും ഇപ്പോൾ നടപ്പിലാക്കുന്നത് സാമൂഹിക നീതിയെന്നും മോദി. മുർഷിദാബാദ് സംഘർഷം കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. വിഷു ആഘോഷിച്ചു മലയാളികൾ. ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷുവെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. വിഷു ആഘോഷിച്ച് ഗൾഫ് മലയാളികൾ. ചരിത്രമെഴുതി ബ്ലൂ ഓറിജിന്റെ NS-31 ദൗത്യം. സംഘത്തിലെ എല്ലാവരും വനിതകളായ ആദ്യ ദൗത്യം. വിക്ഷേപണം നടത്തിയത് ന്യൂ ഷെപ്പേർഡ് റോക്കറ്റിൽ. ദൗത്യത്തിൽ പോപ്പ് ഗായിക കാറ്റി പെറി. വിശദമായ വാർത്തയിലേക്ക്. ഈ വർഷത്തെ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ മുഖേന വരുന്ന 42,000 ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര അനിശ്ചിതത്വത്തിൽ. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ സമയത്ത് തുകയടയ്ക്കാത്തതാണെന്ന് പ്രാഥമിക നിഗമനം. ഈ വർഷത്തെ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ മുഖേന വരുന്ന 42,000 ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര അനിശ്ചിതത്വത്തിലാണ്. 1,07,525 പേർക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരമാണ് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ഇന്ത്യക്ക് സൗദി അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 52,000 പേർ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ മുഖേനയാണ് ഹജ്ജിന് വരുന്നത്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ മുഖേന വരുന്ന 52,000 പേരിൽ ഇപ്പോൾ ആകെ 10,000 പേർക്കാണ് അവസരം. ബാക്കി 42,000 ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകർക്ക് വരാൻ സാധിക്കില്ല എന്ന അനിശ്ചിതത്വത്തിലാണ് പണമടച്ചിട്ടുള്ള തീർത്ഥാടകരും സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരും. ഹജ്ജിന് ബുക്ക് ചെയ്യുന്ന സൗദി ഗവൺമെന്റ് ആപ്പായ നുഷൂക്ക് നേരത്തെ അറിയിച്ച പ്രകാരം ക്ലോസ് ആകുകയും ചെയ്തു. 52,000 ഹാജിമാർക്ക് വേണ്ടി മക്കയിലും മദീനയിലും ഹോട്ടൽ, തമ്പ് തുടങ്ങിയവയ്ക്ക് ഭീമമായ തുക കെട്ടിവെച്ച ഹജ്ജ് തീർത്ഥാടകരും ടൂർ ഓപ്പറേറ്റർമാരും ആകെ പ്രയാസത്തിലാണ്. കേന്ദ്ര ഏജൻസികൾ സമയത്ത് പൈസയടച്ച വിവരങ്ങൾ നുസ്കിൽ അപ്ഡേറ്റ് ചെയ്യാത്തതാണ് കാരണമെന്നാണ് ടൂർ ഓപ്പറേറ്റർമാർ കുറ്റപ്പെടുത്തുന്നത്. ഏജൻസികൾ സമയത്ത് പൈസ അടയ്ക്കാത്തതാണ് കാരണമെന്ന് കേന്ദ്ര ഏജൻസികളും പറയുന്നു. പരിഹാരം കാണാൻ ജിദ്ദ കോൺസുലേറ്റ് അടക്കം എല്ലാ ശ്രമവും തുടരുന്നുണ്ട്. സ്വകാര്യ ഹജ്ജ് കോട്ട സംബന്ധിച്ച് മെഹബൂബ മുഫ്തിയുടെ ട്വീറ്റ് പുറത്തുവന്നതോടെയാണ് ഈ വിഷയം ചർച്ചയായതും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ മുഖേന 52,000 ഇന്ത്യക്കാരാണ് ഹജ്ജിനായി ബുക്ക് ചെയ്തത്. ഇവരിൽ 20% പേരുടെ യാത്ര മാത്രമേ ഇപ്പോൾ ഉറപ്പിക്കാനാകൂ എന്നാണ് ന്യൂനപക്ഷ മന്ത്രാലയം ഇറക്കിയ പുതിയ സർക്കുലറിൽ പറയുന്നതെന്ന് വാർത്താഭാരതി റിപ്പോർട്ട് ചെയ്യുന്നു. അമൃത ന്യൂസ്, ജിദ്ദ. 12 മണിക്കൂർ വിശ്രമ സമയം ഉൾപ്പെടെ വീട്ടുജോലിക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങളുമായി UAE മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. വീട്ടുജോലിക്കാർക്ക് ഒരു ദിവസത്തിൽ 12 മണിക്കൂർ വിശ്രമ സമയം അനുവദിക്കണമെന്നും അതിൽ 8 മണിക്കൂർ തുടർച്ചയായി നൽകണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഭക്ഷണത്തിനും വിശ്രമത്തിനുമുള്ള സമയം ജോലി സമയമായി കണക്കാക്കാൻ പാടില്ലെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ആഴ്ചയിലുള്ള അവധി ദിനത്തിൽ ജോലി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനു പകരമായി മറ്റൊരു അവധി ദിനമോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ വേതനം കൂടുതലായി നൽകുകയോ വേണമെന്നും മന്ത്രാലയം തൊഴിലുടമകളോട് നിർദ്ദേശിച്ചു. വീട്ടുജോലിക്കാരുടെ ആരോഗ്യ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോ UAEയിലെ ഫുജറയിൽ നിന്നും കേരളത്തിലേക്ക് പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കുന്നു. മെയ് 15 മുതൽ മുംബൈയിലേക്കും കണ്ണൂരിലേക്കുമാണ് നേരിട്ടുള്ള പ്രതിദിന വിമാന സർവീസുകൾ ആരംഭിക്കുന്നത്. ഫുജറയിൽ നിന്നുമുള്ള ഇൻഡിഗോയുടെ പ്രതിദിന സർവീസുകൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യും.
സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 19 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് വീണ്ടും മാറ്റിവെച്ചു. ഇതടക്കം 11ാം തവണയും റഹീം കേസ് റിയാദ് ക്രിമിനൽ കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ സിറ്റിംഗ് നടന്നുവെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ഗവർണറിൽ നിന്നുമുള്ള രേഖകൾ കോടതിയിൽ എത്തിയിരുന്നില്ല. അബ്ദുറഹീമിന്റെ മോചനം സംബന്ധിച്ച് മെയ് 5-നാണ് അടുത്ത സിറ്റിംഗ് ഉണ്ടാകുക. ഇന്റർപോളിന്റെ പ്രധാന ഉപദേശക സമിതിയായ കമ്മിറ്റി ഓൺ ഗവേൺസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് UAE തെരഞ്ഞെടുക്കപ്പെട്ടു. ഫ്രാൻസിലെ ലിയോണിലുള്ള ഇന്റർപോളിന്റെ ആസ്ഥാനത്ത് നടന്ന കമ്മിറ്റി സെഷനിൽ UAE ആഭ്യന്തര മന്ത്രാലയത്തിലെ ഇന്റർനാഷണൽ അഫയേഴ്സ് ഓഫീസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് കേണൽ ഡാന ഹുമൈദ് അൽ മർസൂക്കി ഇന്റർപോൾ അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളിൽ നിന്നും 67% വോട്ടുകൾ നേടിയാണ് അധ്യക്ഷ സ്ഥാനത്തെത്തിയത്. ലഫ്റ്റനന്റ് കേണൽ ഡാന ഹുമൈദ് അൽ മർസൂക്കിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാകും ഇന്റർപോളിന്റെ ഭരണ നിർവഹണം പരിശോധിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും നേതൃത്വം നൽകുക. ഇന്റർപോളിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവലോകനം ചെയ്യാനും ഉപദേശിക്കാനും ചുമതലയുള്ള പുതുതായി രൂപീകരിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ആദ്യ രാജ്യമാണ് UAE. 2 വർഷത്തെ കാലാവധിയാണ് ഈ സ്ഥാനത്തിന് ഉള്ളത്. കുവൈറ്റിൽ US-ലെ ചില പ്രദേശങ്ങളിൽ നിന്നുമുള്ള കോഴി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് നിരോധനം. തീവ്ര രോഗകാരിയായ ഏവിയൻ ഇൻഫ്ലുവൻസ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് മിനസോട്ട, ഒഹായോ, ഒറിഗൺ, മിസോറി, നോർത്ത് ഡക്കോട്ട തുടങ്ങിയ അമേരിക്കൻ ഐക്യനാടുകളിലെ ചില പ്രദേശങ്ങളിൽ നിന്നും 70 ഡിഗ്രി താപനിലയിൽ ചൂടാക്കിയ മുട്ട ഒഴികെ എല്ലാത്തരം പുതിയതും തണുപ്പിച്ചതും സംസ്കരിച്ചതും ശീതീകരിച്ചതുമായ കോഴിയിറച്ചി, അതുപോലെ ഭക്ഷ്യയോഗ്യമായ മുട്ട എന്നിവയുടെ ഇറക്കുമതി നിരോധിച്ചിരിക്കുകയാണ്. ഇതേ കാരണം കൊണ്ട് ന്യൂസിലാൻഡിൽ നിന്നുമുള്ള ഇറക്കുമതിയും സമാനമായ നിരോധനം ശുപാർശ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫ്രാൻസിൽ ഏവിയൻ ഇൻഫ്ലുവൻസ പൊട്ടിപ്പുറപ്പെട്ടത് അവസാനിച്ചതിനെ തുടർന്ന് അവിടുന്നുള്ള എല്ലാത്തരം പുതിയതും തണുപ്പിച്ചതും സംസ്കരിച്ചതും ശീതീകരിച്ചതുമായ കോഴിയിറച്ചി, ഭക്ഷ്യയോഗ്യമായ മുട്ട എന്നിവയുടെ ഇറക്കുമതി നിരോധനം നീക്കാനും ബന്ധപ്പെട്ട അധികൃതർ ശുപാർശ ചെയ്തു. കുവൈറ്റിലെ സിവിൽ ഇൻഫർമേഷൻ പബ്ലിക് അതോറിറ്റി 325 വിദേശികളുടെ താമസവിലാസങ്ങൾ ഔദ്യോഗിക രേഖകളിൽ നിന്നും നീക്കം ചെയ്തു. വസ്തു ഉടമയുടെ അഭ്യർത്ഥന പ്രകാരമോ വ്യക്തികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനാലോ ആണ് ഈ നടപടി. കുവൈറ്റ് പ്രാദേശിക പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു അറിയിപ്പിൽ പുതിയ താമസവിലാസം രജിസ്റ്റർ ചെയ്ത് അവരുടെ വിവരങ്ങൾ പുതുക്കുന്നതിനായി ബന്ധപ്പെട്ടവർ പബ്ലിക് അതോറിറ്റി ഓഫീസുകൾ സന്ദർശിക്കാൻ അധികൃതർ അറിയിച്ചു. അറിയിപ്പ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ആവശ്യമായ എല്ലാ രേഖകളും സഹിതം ഇത് പൂർത്തിയാക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പാലിക്കാത്ത പക്ഷം പിഴ ഈടാക്കുമെന്ന് സിവിൽ ഇൻഫർമേഷൻ അധികൃതർ അറിയിച്ചു. തുടർച്ചയായി 5 വിദൂര റോബോട്ടിക് ശസ്ത്രക്രിയകൾ വിജയകരമാക്കി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. ടെലി റോബോട്ടിക് ശസ്ത്രക്രിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഈ ഓപ്പറേഷൻ 7000 കിലോമീറ്ററിലധികം ദൂരത്തിൽ നിന്നും രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ വിദഗ്ധരുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ് നടത്തിയത്. സ്വദേശിയായ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ സാദ് അൽ ദോസാരി ചൈനയിലെ ഷാങ്ഹായിൽ ഇരുന്നുകൊണ്ട് ശസ്ത്രക്രിയകൾ നടത്തിയെന്നും രോഗികൾ കുവൈറ്റിലെ സബാഹ് അൽ അഹമ്മദ് സെന്ററിലായിരുന്നുവെന്നും മന്ത്രാലയം വിശദീകരിച്ചു. അത്യാധുനിക മെഡ്ബോട്ട് എന്ന ശസ്ത്രക്രിയാ റോബോട്ട് ഉപയോഗിച്ചാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വിദൂര റോബോട്ടിക് ശസ്ത്രക്രിയകൾ നടത്തിയെന്ന നേട്ടമാണ് കുവൈറ്റ് സ്വന്തമാക്കിയത്. വൃക്ക, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച 5 രോഗികൾക്കാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ ടാക്സി സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ടാക്സി ഡ്രൈവർമാർക്കും മെയ് ആദ്യത്തിൽ ഡ്രൈവർ കാർഡ് നിർബന്ധമാക്കാൻ തീരുമാനം. ടാക്സി ഡ്രൈവർമാരായി ജോലി ചെയ്യാനുള്ള യോഗ്യത തെളിയിക്കുന്ന ഡ്രൈവർ കാർഡ് ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നേടണമെന്ന് ടാക്സി, റെന്റ് കാർ, ഓൺലൈൻ ടാക്സി എന്നിവയുടെ പ്രവർത്തനം ക്രമീകരിക്കുന്ന നിയമാവലി വ്യവസ്ഥ ചെയ്യുന്നു. കാലാവധിയുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവർ കാർഡും നേടാതെ ഇനി ടാക്സി മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. 13 രാജ്യങ്ങളിലായി 390-ലധികം ഷോറൂമുകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ബ്രാൻഡുകളിലൊന്നായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ കൺസെപ്റ്റ് ഷോറൂം ദുബായിലെ UW മാളിൽ തുറന്നു. മലബാർ ഗോൾഡിന്റെ UAE-യിലെ 65ാമത്തെ ഔട്ട്ലെറ്റാണിത്. ബോളിവുഡ് നടിയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ബ്രാൻഡ് അംബാസഡറുമായ കരീന കപൂറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദ്, വൈസ് ചെയർമാൻ KP അബ്ദുൾ സലാം, ഇന്റർനാഷണൽ
ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഷംലാൽ അഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഷോറൂം ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 3000 ദിർഹത്തിനു മുകളിൽ വജ്രാഭരണങ്ങളോ ജെംസ്റ്റോൺ ആഭരണങ്ങളോ വാങ്ങിയാൽ സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ADGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകി. ADGP P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിന്റെ പേരിലാണ് നടപടി. കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി P. വിജയന് ബന്ധമുണ്ടെന്ന MR അജിത് കുമാർ അന്വേഷണ സംഘത്തിന് തെറ്റായി മൊഴി നൽകിയിരുന്നു. MR അജിത് കുമാറിനെ DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ തയ്യാറെടുക്കുമ്പോഴാണ് കേസെടുക്കാൻ ശുപാർശ വരുന്നത്. ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. P. വിജയൻ IPSനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ADGP MR അജിത് കുമാറിനെതിരെ നിർണായക നീക്കം നടത്തുകയാണ് സംസ്ഥാന പോലീസ് മേധാവി. P. വിജയനെതിരെ MR അജിത് കുമാർ നൽകിയത് വ്യാജമൊഴിയാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കേസെടുക്കാനാണ് DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. PV അൻവർ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ നൽകിയ മൊഴിയിലാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി P. വിജയന് ബന്ധമുണ്ട് എന്ന ആരോപണം MR അജിത് കുമാർ നടത്തിയത്. കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ P. വിജയന് ബന്ധമുണ്ട് എന്ന് SP സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുള്ളതായാണ് അജിത് കുമാർ മൊഴി നൽകിയത്. ആ മൊഴിയുടെ പകർപ്പ് പുറത്തു വന്നപ്പോഴാണ് ആരോപണം വിവാദമായത്. തനിക്കെതിരെ വ്യാജമൊഴി നൽകിയതിന് അജിത് കുമാറിനെതിരെ P. വിജയൻ DGPക്ക് പരാതി നൽകുകയും ചെയ്തു. പരാതിയിൽ അന്വേഷണം നടത്തിയ DGP വ്യാജമൊഴിയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് MR അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ നൽകിയിരിക്കുന്നത്. തെറ്റായ മൊഴി ഒപ്പിട്ട് നൽകിയെന്നും ഇത് ഗുരുതര ക്രിമിനൽ കുറ്റമാണെന്നും DGP ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. DGP ഷേഖ് ദർവേസ് സാഹിബ് ജൂണിൽ വിരമിക്കുന്ന ഒഴിവിലേക്ക് പുതിയ DGPമാരുടെ പാനലിൽ MR അജിത് കുമാറും ഉണ്ട്. വിജിലൻസ് അന്വേഷണം പോലും അവഗണിച്ചുകൊണ്ടാണ് MR അജിത് കുമാറിന്റെ പേര് DGP പട്ടികയിലേക്ക് സർക്കാർ നൽകുന്നത്. എന്നാൽ വ്യാജമൊഴിയുടെ പേരിൽ ക്രിമിനൽ കേസെടുക്കണമെന്ന് ശുപാർശ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനവും നിർണായകമാകും. പല ഘട്ടങ്ങളിലും തന്റെ വിശ്വസ്തനായ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് മുന്നണിക്കുള്ളിൽ പോലും വിമർശനം ഉയരുമ്പോഴാണ് വീണ്ടും സർക്കാരിന് മേൽ സമ്മർദ്ദമുയരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോറ്റുമകനെന്ന് മുൻ നിലമ്പൂർ MLA PV അൻവർ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊള്ളസംഘം പ്രവർത്തിക്കുന്നുവെന്നും അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മുൻപ് ഒരിക്കലുമില്ലാത്ത ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമെന്നും SFIO കേസിൽ ഒരു ചുക്കും നടക്കില്ല എന്നും PV അൻവർ മലപ്പുറത്ത് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ വിഡ്ഢികളുടെ ലോകത്താണ്. കാരണം മുൻ അനുഭവങ്ങൾ അതാണ്. MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് 3 മക്കളാണ്. ഇത് പോറ്റുമകനാണ് MR അജിത് കുമാർ, മറ്റതൊന്ന് മരുമകനാണ്. വഖഫിന്റെ പേരിൽ നടക്കുന്നത് ഭൂമി കൊള്ളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് നിയമം പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് സാമൂഹിക നീതിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ഹിസാറിൽ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗം ഉയർത്തിക്കാട്ടിയും വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിനെ പരിഹസിച്ചുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കോൺഗ്രസ് വോട്ട് ബാങ്ക് വൈറസ് പടർത്തുകയാണെന്ന് മോദി ആരോപിച്ചു. വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ടെന്നും ഇതെല്ലാം ദരിദ്രർക്ക് പ്രയോജനപ്പെടേണ്ടതായിരുന്നുവെന്നും മോദി പറഞ്ഞു. ഹിസാറിൽ നടന്ന അംബേദ്കർ ജയന്തി ആഘോഷത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. गरीब का, बेसहारा महिलाओं बच्चों का भला होना चाहिए था, लेकिन इससे मुट्ठी भर भू माफिया का कोई भला हुआ। पसमानदा मुस्लिम इस समाज को कोई फायदा नहीं हुआ। और ये भू माफिया किसकी जमीन लूट रहे थे? ये दलित की जमीन लूट रहे थे, पिछड़ों की जमीन लूट रहे थे, आदिवासी की जमीन लूट रहे थे। ഭൂമാഫിയയാണ് വഖഫ് ഭൂമിയുടെ ഗുണം നേടിയതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നിയമം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നത് തടയാൻ സഹായിക്കുമെന്നും പറഞ്ഞു. ദരിദ്രർക്കും പസ്മാൻഡ മുസ്ലിങ്ങൾക്കും അർഹമായ അവകാശങ്ങൾ ലഭിക്കും. ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും കോൺഗ്രസ് ഭരണഘടനയെ നശിപ്പിക്കുന്നവരായി മാറിയെന്നും മോദി കുറ്റപ്പെടുത്തി. ഡോക്ടർ അംബേദ്കർ സംവിധാൻ के संरक्षक थे। कांग्रेस संविधान की भक्षक बन गई है। कांग्रेस ने देश में
वोट बैंक का वायरस फैला दिया। അംബേദ്കർ സമത്വം കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോൾ അംബേദ്കറിന്റെ ഓർമ്മകൾ ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് മോഡി വ്യക്തമാക്കി. അംബേദ്കറിന്റെ ജന്മദിനാഘോഷത്തിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു മോദിയുടെ കുറ്റപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് അമൃത TV. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ വീണ്ടും എൻ പ്രശാന്ത്. ഹിയറിംഗിന്റെ ലൈവ് സ്ട്രീമിംഗ് ആദ്യം ചീഫ് സെക്രട്ടറി സമ്മതിച്ചിരുന്നുവെന്നും പിന്നീടാണ് പിന്മാറിയതെന്നും എൻ പ്രശാന്ത് ആരോപിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ 2 നോട്ടീസുകൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് എൻ പ്രശാന്ത് രംഗത്ത് വന്നത്. ബുധനാഴ്ച ഹിയറിംഗിനായി ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഹാജരാകണമെന്ന നിർദ്ദേശമുള്ളപ്പോഴാണ് വീണ്ടും എൻ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം ഉന്നയിക്കുന്നത്. തന്റെ ഭാഗം കേൾക്കാനായി ഹിയറിംഗിന് വിളിക്കുമ്പോൾ റെക്കോർഡ് ചെയ്ത് ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്ന് ഫെബ്രുവരി 10 രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് ഏപ്രിൽ 4 ചീഫ് സെക്രട്ടറിയുടെ കത്ത് കിട്ടിയിരുന്നു. പിന്നീട് ഏപ്രിൽ 11 ലൈവ് സ്ട്രീമിംഗ് സാധ്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി മറ്റൊരു കത്തയച്ചു. 7 ദിവസം കൊണ്ട് നിലപാടിൽ നിന്ന് ചീഫ് സെക്രട്ടറി മലക്കം മറിഞ്ഞു എന്നാണ് എൻ പ്രശാന്ത് ആരോപിക്കുന്നത്. ചീഫ് സെക്രട്ടറിയിൽ നിന്ന് തനിക്ക് കിട്ടിയ 2 നോട്ടീസും പങ്കുവച്ചുകൊണ്ടാണ് വിചിത്രമായ 7 രാത്രികൾ എന്ന പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. താൻ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ വിചിത്രമായ ആവശ്യം എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ അങ്ങനെ നിലപാടെടുത്തതെന്നും എൻ പ്രശാന്ത് ആരോപിക്കുന്നു. മാധ്യമങ്ങളെ വിമർശിച്ചും ചീഫ് സെക്രട്ടറിയുടെ നിലപാടിനെ കുറ്റപ്പെടുത്തിയുമാണ് എൻ പ്രശാന്ത് രംഗത്ത് വരുന്നത്. എന്നാൽ 16 ഹിയറിംഗിന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതിജീവന പോരാട്ടം തുടരുമ്പോഴും സമരപ്പന്തലിൽ പ്രതിഷേധ കണിയൊരുക്കി ആശാ വർക്കർമാർ. 2 മാസം പിന്നിട്ട് സമരം ശക്തമാക്കാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. വീടുകളിൽ കണിയൊരുക്കി വിഷു ആഘോഷിക്കാൻ കഴിയാത്തതിനാൽ സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലിൽ വിഷുക്കണിയൊരുക്കി പ്രതിഷേധിക്കുകയായിരുന്നു ആശാ വർക്കർമാർ. നിരവധി പേരാണ് ആശാ വർക്കർമാർക്ക് വിഷുക്കൈനീട്ടം പോസ്റ്ററിലൂടെ അയച്ചു നൽകിയത്. സമരപ്പന്തലിൽ കഴിയുന്ന ആശാ വർക്കർമാരുടെ മക്കളും ബന്ധുക്കളും വിഷു ആഘോഷിക്കാൻ സമരപ്പന്തലിലേക്ക് എത്തി. വീട്ടിൽ ഈ പ്രാവശ്യം ആഘോഷമൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെറുതായിട്ട് ആഘോഷിക്കും. പക്ഷേ എൻ്റെ കൊച്ചുമക്കൾക്ക് പോലും 1000 രൂപ കൈനീട്ടം കൊടുക്കാനുള്ള ഭാഗ്യം ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു കൃഷ്ണനെയൊക്കെ ഒരുക്കി വീട്ടിലൊക്കെയാണ് അതൊക്കെ ആഘോഷിക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഞങ്ങൾ ഒരുക്കിയെന്നേ ഉള്ളൂ. 2 മാസം പിന്നിടുന്ന ആശാ വർക്കർമാരുടെ സമരം 4ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പ്രതിഷേധം ശക്തമാക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം സർക്കാർ അവഗണനയ്ക്കെതിരെ ബഹുജന പ്രക്ഷോഭങ്ങൾക്കാണ് അസോസിയേഷൻ തയ്യാറെടുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാറായതോടെ പ്രതിഷേധം ശക്തമാക്കുകയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. ഇന്ന് കറുപ്പണിഞ്ഞും ചോരകൊണ്ട പോസ്റ്റർ എഴുതിയും അവർ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സമരം കൂടുതൽ ശക്തമാവുകയാണ്. വളരെ കഠിനമായ പ്രതിഷേധമുറകളാണ് ഉദ്യോഗാർത്ഥികൾ സ്വീകരിക്കുന്നത്. കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും മുട്ടിലിഴഞ്ഞും കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചും കണ്ണുകെട്ടി ഏത്തമിട്ടുമൊക്കെ ഇവർ പ്രതിഷേധിച്ചിരുന്നു. അതിനേക്കാൾ ശക്തമായ രീതിയിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. സ്വന്തം കൈത്തണ്ടിയിൽ നിന്നും രക്തമെടുത്ത് അവർ പ്രതിഷേധ പോസ്റ്റർ എഴുതി. ഈ മാസം 19 വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അതിനു മുൻപ് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണിവർ. ഇവിടുന്ന് പോകുമ്പോഴെങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ട് പോകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സർക്കാർ ഇതുവരെ ഇവരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഴിമതി CPMന്റെ രാഷ്ട്രീയ സംസ്കാരമായി മാറിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. CPM കോൺഗ്രസിന്റെ അഴിമതി പഠിച്ച് കോൺഗ്രസിനേക്കാളും മുന്നോട്ടു പോകുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണി കണ്ടുണർന്നാണ് മലയാളികൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതുവർഷത്തെ വരവേറ്റത്. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ കണി കാണാനായി വൻ ഭക്തജനത്തിരക്കായിരുന്നു. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കിയാണ് വിഷു ആഘോഷിച്ചത്.
കണി കണ്ടുണർന്നും കൈനീട്ടം നൽകിയും പടക്കം പൊട്ടിച്ചും സമ്പൽ സമൃദ്ധിയുടെ ഉത്സവത്തെ വരവേറ്റു. കണി കാണാനായി സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്കായിരുന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഷുദർശനത്തിന് നിരവധി ഭക്തരാണെത്തിയത്. പുലർച്ചെ 3 മണിക്കാണ് വിഷുദർശനത്തിനായി നട തുറന്നത്. തിരക്ക് പരിഗണിച്ച് സുരക്ഷയും ശക്തമാക്കിയിരുന്നു. വിഷുപുലരിയിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണനെ ദർശിക്കാൻ നിരവധി പേരെത്തി. പരമ്പരാഗതമായ ആചാരങ്ങളോടെയാണ് ക്ഷേത്രത്തിൽ വിഷുദിന ചടങ്ങുകൾ നടന്നത്. അതേസമയം ഭക്തർക്ക് സുഗമമായ ദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഭക്തജനങ്ങളെ നമ്മൾ മാക്സിമം അധികം ആരെയും ബുദ്ധിമുട്ടുണ്ടാക്കാതെ കുറച്ച് പേരെ കയറ്റി ഇറക്കി അതിനുള്ള ഒരുപാട് ക്രമീകരണങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ശബരിമലയിൽ പുലർച്ചെ 4 മണിക്കാണ് നട തുറന്ന് വിഷുക്കണി ദർശനം ആരംഭിച്ചത്. ഐശ്വര്യസമൃദ്ധിക്കായുള്ള അയ്യപ്പ ദർശനത്തിന്റെ പുണ്യം ഹൃദയത്തിലേറ്റുവാങ്ങി കൈനീട്ടവും വാങ്ങിയാണ് ഭക്തർ മലയിറങ്ങിയത്. ശബരിമല ശ്രീകോവിലിൽ പൂജിച്ച അയ്യപ്പ ചിത്രം പതിച്ച സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണവും തുടങ്ങി. മേടമാസത്തിലെ വിഷുപ്പുലരിയിൽ കാണുന്ന കണിയുടെ സൗഭാഗ്യം വർഷം മുഴുവൻ നിലനിൽക്കണേയെന്നാണ് വിശ്വാസവും പ്രാർത്ഥനയും. ന്യൂസ് ഡെസ്ക് അമൃത TV. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി കൊല്ലം മാതാമൃതാനന്ദമയി മഠത്തിൽ വിഷു ആഘോഷിച്ചു. മുതിർന്ന സന്യാസിമാരും ബ്രഹ്മചാരിമാരും അമ്മയുടെ ഭക്തരും ആഘോഷത്തിൽ പങ്കെടുത്തു. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷു എന്നും ഈശ്വരനിൽ നിന്നും ഒന്നും അന്യമല്ലെന്നുമുള്ള ആധ്യാത്മികതയുടെ അന്തസ്സത്തെയാണ് വിഷു നമുക്ക് നൽകുന്ന സന്ദേശമെന്നും സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. അമൃതപുരി ആശ്രമത്തിൽ നടന്ന വിഷുദിനാഘോഷത്തിൽ വിഷുദിന സന്ദേശം നൽകുകയായിരുന്നു അമ്മ. പരസ്പര സ്നേഹത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത സ്നേഹത്തിലും സേവനത്തിലും വിശ്വാസത്തിലും ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും ശാന്തിയും കൈവരിക്കാൻ കഴിയൂവെന്നും വിഷുക്കണി കാഴ്ചവെക്കുന്ന സൗന്ദര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു ഭൂമിയെ സാക്ഷാത്കരിക്കാൻ കൃപ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെയെന്നും അമ്മ വിഷുദിന സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. വിഷുദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിഷുത്തൈനീട്ടം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന വൃക്ഷത്തൈകൾ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന സംഘടനയായ അയുധ് പ്രതിനിധികൾ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഈ ഭൂമിയെ സ്വർഗഭൂമിയാക്കുക എന്ന അമ്മയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച വിഷുത്തൈനീട്ടം പദ്ധതിയിലൂടെ വർഷം തോറും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് അയുധ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വച്ചുപിടിപ്പിക്കുന്നത്. ഈ വർഷം തായ്മണ്ണും തനത് വിത്തും എന്ന സന്ദേശത്തോടെ ആചരിക്കുന്ന വിഷുത്തൈനീട്ടം പദ്ധതി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചും പച്ചക്കറിത്തോട്ടങ്ങൾ ഒരുക്കിയും മണ്ണിൻ്റെ സ്വാഭാവിക ഗുണങ്ങൾ നിലനിർത്താൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്ലാസ്റ്റിക് സമ്പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ജൈവ രീതിയിൽ തയ്യാറാക്കിയ ചെടിച്ചട്ടികളിലാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നത്. വരും വർഷങ്ങളിലും സമാന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതിലൂടെ ഈ ഭൂമിയെ സ്വർഗഭൂമിയാക്കുക എന്ന അമ്മയുടെ ആശയത്തിലേക്ക് തങ്ങൾ അടുക്കുകയാണെന്നും പരിപാടിയിൽ പങ്കെടുത്ത അയുധ് പ്രതിനിധികൾ പറഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷു എന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി വിഷുദിന സന്ദേശത്തിൽ പറഞ്ഞു. പരസ്പരം മനസ്സിലാക്കുന്നതിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത സ്നേഹത്തിലും സേവനത്തിലും വിശ്വാസത്തിലും ജീവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷവും ശാന്തിയും കൈവരിക്കാൻ കഴിയൂ എന്നും അമ്മ ഓർമ്മിപ്പിച്ചു. മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷു. ഈശ്വരശക്തി തന്നെയാണ് പ്രകൃതിയും മനുഷ്യനുമായി പരിണമിച്ചിരിക്കുന്നത്. ഈശ്വരനും ഒന്നും അന്യമല്ലെന്നുള്ള ആത്മീയതയുടെ അന്തസത്തയാണ് വിഷു നൽകുന്ന സന്ദേശം. മതവും ആധ്യാത്മ്യവും അതിനോടനുബന്ധിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഓരോ വ്യക്തിയുടെയും ആത്മസത്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആത്മപ്രകാശന വെളിച്ചം ചിന്തയിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സ്നേഹമായും കാരുണ്യമായും ക്ഷമയായും സഹനശക്തിയായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശരിയായൊരു മതവിശ്വാസിയിൽ ഈശ്വരവിശ്വാസിയുമാകുന്നത്. വിഷു ആഘോഷിക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ: പരാശ്രയം, സ്വാതന്ത്ര്യം, പരസ്പരാശ്രയം. ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും എന്തിനെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അഹങ്കാരത്തെ പിടിയുന്ന മോചിതരായാൽ നമ്മൾ സ്വതന്ത്രരാകും. നല്ലതിനെയും ചീത്തയും നമുക്ക് ഒരേപോലെ പുഞ്ചിരിയുടെ സ്വാഗതം ചെയ്യാൻ നമുക്ക് കഴിയും. അതോടൊപ്പം ഈശ്വരനും ജ്ഞാനം വേറല്ല.
ഞാനും പ്രകൃതിയും പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു എന്ന സത്യം ബോധ്യമാകുകയും ചെയ്യും. ഇതാണ് വിഷു നമുക്ക് നൽകുന്ന സന്ദേശം. ശരിയായ സേവനമാണ് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ശക്തി. മനുഷ്യൻ പ്രകൃതിയെ സേവിക്കുമ്പോൾ പ്രകൃതി മനുഷ്യനെ സേവിക്കുന്നു. മനുഷ്യൻ മൃഗങ്ങളെയും സസ്യങ്ങളെയും സേവിക്കുമ്പോൾ അവതരിച്ച് നമ്മളെയും സേവിക്കും. ഇതേ മനോഭാവമായിരിക്കണം സംഘടനയിലെ അംഗങ്ങളിലും കുടുംബാംഗങ്ങളിലും നമുക്കുണ്ടാകേണ്ടത്. പരസ്പരം അറിഞ്ഞുള്ള സേവനം, സ്നേഹം, വിശ്വാസം എന്നിവ ഉണ്ടാകുമ്പോൾ മാത്രമേ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. വിഷുക്കണി കാഴ്ചവെക്കുന്ന സൗന്ദര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞൊരു ഭൂമിയെ സാക്ഷാത്കരിക്കാൻ കൃപ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാർഷിക സംസ്കാരത്തിന്റെ നന്മ വിളിച്ചോതി മലയാളി വിഷു ആഘോഷിക്കുമ്പോൾ കോഴിക്കോട്ടുകാർക്ക് അമ്മയുടെ കൈനീട്ടമായി വിഷുത്തൈ നീട്ടം. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അമൃത യുവ ധർമ്മധാരയുടെ നേതൃത്വത്തിലാണ് വളയരാട് ദേവി ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് വിഷുത്തൈ നീട്ടം നൽകിയത്. ജീവിത വിജയങ്ങൾ കൈപ്പിടിയിലൊതുക്കുമ്പോഴും പ്രകൃതിയെ മറക്കരുത് എന്ന അമ്മയുടെ സന്ദേശം ഓരോ വർഷവും നടപ്പാക്കുകയാണ് അമൃത യുവധർമ്മധാര. കോഴിക്കോട് വളയനാട് ദേവീക്ഷേത്രത്തിൽ നടന്ന വിഷുത്തൈ നീട്ടം മാതാ അമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ കെയ്ക്ക് സ്വാമിജി വിഷുത്തൈ കൈമാറി. ഭൂമിയുടെ ശ്വാസകോശമാണ് വൃക്ഷങ്ങളെന്നും എന്തിന്റെ പേരിലായാലും അവ നശിപ്പിക്കരുത് എന്നും സ്വാമിജി പറഞ്ഞു. അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമായതുകൊണ്ട് അമ്മ ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞു വിഷുക്കണിയോടൊപ്പം വൃക്ഷക്കണിയും കൂടി വെക്കാൻ പറഞ്ഞു. അത് കണ്ട് നമ്മൾ ഉണരുമ്പോൾ ഈ നന്മയുടെ അംശം നമ്മൾ മക്കൾക്ക്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. വലിയൊരു നന്മ അവരെ കൊണ്ട്, നമ്മൾ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ അതിനെ നടിയിപ്പിക്കുക, എന്നിട്ട് അതിന് വെള്ളം ഒഴിപ്പിക്കുക. അവർക്ക് ആ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടട്ടെ. ഈ മണ്ണിനോടൊരു ബന്ധം വേണം. ഈ മണ്ണുമായിട്ടുള്ള ബന്ധം പോകുന്നതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് ആ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കേണ്ടത് ഇനി അനിവാര്യമായൊരു കാര്യമാണ്. കാരണം അതിൽ നമ്മൾ മറന്നുപോകാൻ പാടില്ല. അതിൽ നമ്മൾ വ്യത്യസ്തമാകുമ്പോൾ മനുഷ്യന് അശാന്തി പടരും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനുള്ള വലിയ സന്ദേശമാണ് വിഷുത്തൈ നീട്ടം പരിപാടിയിലൂടെ അമ്മ നൽകുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ കെ കൂട്ടിച്ചേർത്തു. ദേവസ്വം വളരെ നല്ല രീതിയിലാണ് കാണുന്നത്. കാരണം നമ്മളായിട്ട് മറ്റേ മാതാമൃതാനന്ദമയി മഠത്തിൻ്റെ ഭാരവാഹികൾ നമ്മളായിട്ട് വന്നു കാര്യങ്ങൾ സംസാരിച്ചപ്പം ദേവസ്വനെ സംബന്ധിച്ച് പ്രത്യേകം ഞങ്ങൾക്ക് എല്ലാവർക്കും, ജീവനക്കാർക്ക് മാത്രമല്ല കമ്മിറ്റി എല്ലാ ആളുകൾക്കും വളരെ ഒരു നല്ല അഭിപ്രായമായിട്ടാണ് തോന്നിയത്. ക്ഷേത്രത്തിലേക്ക് എത്തിയ നൂറുകണക്കിന് ഭക്തരാണ് ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെയുള്ള വിഷുത്തൈ നീട്ടവുമായി മടങ്ങിയത്. അമൃത യുവധർമ്മധാര സംസ്ഥാന കോർഡിനേറ്റർ മുരളീകൃഷ്ണൻ, ക്ഷേത്ര മാനേജർ കൃഷ്ണകുമാർ എന്നിവർ പരിപാടിയുടെ ഭാഗമായി. അയുത്ത് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഹരിവിജയൻ സ്വാഗതവും റോമിന മനോജ് നന്ദിയും പറഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്. മാതാ അമൃതാനന്ദമയി മഠം യുവജന വിഭാഗം അമൃത യുവധർമ്മധാര ആയുത്ത് തിരുവനന്തപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷിച്ചു. ആജീവനാന്തകാലം നമ്മെ അന്നമൂട്ടുന്ന പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി കൈനീട്ടത്തിനു പകരം തൈനീട്ടം നൽകിയാണ് ആയുത്ത് വിഷു ആഘോഷിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ഭക്തർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ജഗതി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ട്രസ്റ്റുമായി ചേർന്നാണ് ആയുത്ത് വിഷുത്തൈ നീട്ടം സംഘടിപ്പിച്ചത്. ഗൾഫ് പ്രവാസികളും വിഷു ആഘോഷിച്ചു. ഓണം കഴിഞ്ഞാൽ പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു. കൊന്നപ്പൂവ് അടക്കമുള്ള വിഷു വിഭവങ്ങൾക്ക് ലഭ്യത കുറവുണ്ടെങ്കിലും സമൃദ്ധിയുടെ സന്ദേശവുമായി എത്തുന്ന വിഷുവിനെ ആഘോഷത്തോടെ സ്വീകരിച്ച് സൗദി അറേബ്യയിലെ മലയാളി സമൂഹം. പ്രവൃത്തി ദിനമാണെങ്കിലും സമൃദ്ധി നിറച്ചെത്തിയ വിഷുവിന് ആഘോഷമാക്കി സൗദിയിലെ മലയാളികൾ. പുത്തനുടുപ്പിട്ട് വിഷുക്കണി കണ്ടും വിഭവസമൃദ്ധമായ സദ്യയുണ്ടും പ്രവാസ ലോകത്ത് മലയാളികൾ ആഘോഷം അവിസ്മരണീയമാക്കി. ഇവിടെ സൗദിയിൽ ജിദ്ദ സുലൈമാൻ അൽ ഹബീബ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. സൗദിയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ വിഷുവാണിത്. ഞങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ലുലു മാളിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള പായസം മേള തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് വിഷുവായിട്ട്. നാട്ടിൽ നിന്നെത്തിക്കുന്ന കൊന്നപ്പൂവാണ് വിഷുക്കണി വെക്കാൻ സാധാരണ പ്രവാസ ലോകത്തും ഉപയോഗിക്കുക. ഈ പ്രാവശ്യം കൊന്നപ്പൂവ്, ചെറിയ ഉള്ളി, വെള്ളരി തുടങ്ങിയവ ജിദ്ദ മാർക്കറ്റിൽ ലഭ്യത കുറവുണ്ടായത് വിഷുക്കച്ചവടത്തെ ചെറുതായി ബാധിച്ചു. വിഷുത്തലേന്ന് ജിദ്ദയിലെ മലയാളികളുടെ സംഗമ സ്ഥലമായ ഷറഫിയ മാർക്കറ്റ് സജീവമായിരുന്നു. വെള്ളരി, കൊന്നപ്പൂവ്, ചെറിയ ഉള്ളി, അതിന് ചെറിയൊരു ഷോർട്ട് ഉണ്ട്. അത് മാത്രമേ ഈ പ്രാവശ്യത്തെ വിഷുവിനൊരു പ്രയാസമുള്ളൂ. പെരുന്നാളിൻ്റെ പോലെ തന്നെ
വിഷുവും ഷറഫിയിൽ വളരെ ഉഷാറായിട്ട് കൊണ്ടാടുന്നുണ്ട്. റെസ്റ്റോറൻറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും വിഷുവിന് പ്രത്യേക ഓഫറുകൾ ഉണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിലെ ഫുഡ് കോർട്ടിലും വിഷു സദ്യക്കും പായസത്തിനും മുൻകൂട്ടിയുള്ള ഓർഡറുകൾ സ്വീകരിച്ചിരുന്നു. ഫുഡ് കോർട്ടുകളിലും റെസ്റ്റോറൻറ്റുകളിലും പായസ വിൽപ്പന സജീവമായിരുന്നു. വിഷു പ്രവൃത്തി ദിനമായതിനാൽ വിഷു സദ്യ പാർസൽ തന്നെയാണ് പലരും ഓർഡർ ചെയ്തിരിക്കുന്നത്. സുൽഫിഖുറദായി, അമൃത ന്യൂസ്, ജിദ്ദ. ബഹിരാകാശ യാത്രയിൽ ചരിത്രം കുറിച്ച വനിതകൾ, സ്ത്രീകൾ മാത്രം സംഘാംഗങ്ങളായ ബഹിരാകാശ ദൗത്യം NS-31 വിജയം കണ്ടു. ജെഫ് ബെസോസിന്റെ ബ്ലൂ ഓറിജിൻ കമ്പനിയുടെ ബഹിരാകാശ പേടകത്തിലായിരുന്നു ദൗത്യം. വെസ്റ്റ് ടെക്സസിൽ നിന്നും 7:30 ബ്ലൂ ഓറിജിന്റെ ന്യൂ ഷെപ്പേർഡ് 31 റോക്കറ്റ് കുതിച്ചത്. കായിക വാർത്തകൾ നോക്കാം. IPL വാതുവെപ്പ് കേസിൽ പ്രധാന സൂത്രധാരൻ ഉൾപ്പെടെ 5 പേർ ഡൽഹിയിൽ അറസ്റ്റിൽ. ഡൽഹി പോലീസ് വികാസ്പുരിയിൽ നിന്നുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 30 ലക്ഷം രൂപയും 10 മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു. പഞ്ചാബ് ഹൈദരാബാദ് മത്സരവുമായി ബന്ധപ്പെട്ടായിരുന്നു വാതുവെപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.